ഏത് തരത്തിലുള്ള ജീവിതമായിരുന്നാലും, ആൾക്കൂട്ടത്തിലായിരുന്നാലും, ഒറ്റക്കായിരുന്നാലും, പട്ടണത്തിലായിരുന്നാലും, മരുഭൂമിയിലായിരുന്നാലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ വിജയമാണ് അവിടെ കുറിക്കപ്പെടുന്നത്. ഹൃദയുടെയും സഹത്തിന്റെയും ദേഷ്യത്തിന്റെയും തൃപ്തിയുടെയും സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും എല്ലാ സന്ദർഭങ്ങളിലും പടച്ചവനെ സംബന്ധിച്ചുള്ള നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് സത്യമായ വാക്കുകൾ ഒരുവിട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ആളുകളുണ്ടോ? ദേഷ്യം പിടിച്ചാലും അല്ലാത്തപ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും സന്താപമുണ്ടാകുമ്പോഴും എവിടെയായിരുന്നാലും അവന്റെ അവസ്ഥകൾ വികാരങ്ങൾ മാറുന്നതിനനുസരിച്ച് അവന്റെ വാക്കുകളിൽ സത്യവും അസത്യവും കടന്നു വരുന്നില്ല, ധർമ്മവും അധർമ്മവും കടന്നു വരുന്നില്ല. അവന്റെ വാക്കുകൾ അവന് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏനയുടെയും ഫഖറിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഘട്ടത്തിൽ വിദഗ്ധം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുമോ എങ്കിൽ അത് വിജയത്തിലേക്കുള്ള ഒരു നടത്തമാണെന്നറിയുക. നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ ആളുകൾ പട്ടിണി കിടക്കുന്നു, തീർത്തും പട്ടിണിയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, ഒന്നൊടുക്കാനൊന്നുമില്ലാതെ, ഒരു നേരത്തെ മരുന്നിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളെ നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നമുക്ക് കാണാം. നമ്മൾ പുറത്തടിക്കരുത്, നമ്മൾ വൃഥാവിൽ ചെലവഴിക്കരുത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടായിട്ട് വാങ്ങിവെച്ച വസ്ത്രങ്ങൾ പഴകിയിട്ടില്ല. കഴിഞ്ഞ പെരുന്നാളിൽ ഉപയോഗിച്ച അതേ വസ്ത്രം അന്നിട്ടതിന് ശേഷം അവിടെയുണ്ട്. കഴിഞ്ഞ കല്യാണത്തിൽ ഉടുത്ത സാരിയും അതേപോലെയുള്ള വസ്ത്രങ്ങളും ഒക്കെ വീട്ടിൽ പിന്നീട് ഉടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. വീണ്ടും അടുത്ത കല്യാണം വരുമ്പോ അടുത്ത വസ്ത്രം വാങ്ങുന്നതിന് അതേപോലെ ഇങ്ങനെ ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ വാങ്ങിക്കൂട്ടുന്നതിന് ഒരുപാട് ഓഫറുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. ഒരുപാട് സ്ഥാപനങ്ങൾ ഓഫറുകളുമായി നിരന്തരമായി ഓരോ ആഴ്ചകളിലും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ ആ ഓഫറുകളുടെ പിന്നാലെ പോകേണ്ട ബാധ്യത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമില്ല. വിശ്വാസി ആലോചിക്കുന്നത് ആ ഓഫറും താനുമായി ബന്ധമുണ്ട്, തനിക്ക് ആവശ്യമുണ്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്ന വിദഗ്ധത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അവസാനിപ്പിക്കാണ്, ഇവിടെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശമാണ് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്നത്. ഹജ്ജിന്റെ കർമ്മങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടങ്ങളിൽ അതുണ്ട്, അതിന്റെ വേശ്യത്തിലുണ്ട്, അതിന്റെ ആരാധനയിലുണ്ട്, ആ നടത്തത്തിലും അതിന്റെ എല്ലാ രംഗങ്ങളിലുമൊക്കെ മനുഷ്യരെ ഏകോപിപ്പിക്കുന്ന ഒന്നിപ്പിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ബലിപെരുന്നാൾ, ഏത് പെരുന്നാളുകളും ആ ആഘോഷത്തിന്റെ സന്ദർഭങ്ങൾ നമുക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളായി കാണുവാൻ, ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ദിനങ്ങളായി കാണാൻ നമുക്ക് സാധിക്കണം. ഒരു വഴിയിലൂടെ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് വരുന്ന പ്രവാചകൻ തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. കൂടുതൽ ആളുകളുമായുള്ള ബന്ധമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൂടെ ഉണ്ടാക്കി തീർക്കുന്നത്. വിട്ടുനിൽക്കുന്ന ആളുകളുണ്ട്, അടുക്കാതെ നിൽക്കുന്ന ആളുകളുണ്ട്, കുടുംബബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഈ ബലിപെരുന്നാൾ ആ ബന്ധങ്ങൾ കൂട്ടിയിണക്കുന്നതിന് വേണ്ടി, പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഇണങ്ങാൻ വേണ്ടി, അകന്നു നിൽക്കുന്ന ആളുകൾ അടുക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും ഇവിടെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും അതേപോലെ കുവൈത്ത് കേരള ഇസ്ലാമിക് ഗ്രൂപ്പും സംയുക്തമായി നടത്തുന്ന കുവൈത്തിൽ ഒരുപാട് ഇതേപോലെ ഈദ് ആളുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഈദ് ആളുകളിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചത് അള്ളാഹുവിനെ സ്തുതിക്കുക, പടച്ചവരോട് ഇതേപോലെയുള്ള ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും അവസരങ്ങൾ മുസ്ലിം സമൂഹത്തിൽ എമ്പാട് സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നു. അവസാനമായി പെരുന്നാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രത്യേക പ്രസംഗങ്ങൾ നടത്താറുണ്ടായിരുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യാ മഅ്ശറ നിസാ, സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ ധർമ്മം ചെയ്യണം, നിങ്ങൾ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. സ്ത്രീകളുടെ ചോദ്യം, ആ സഹാബ വനിതകളുടെ ചോദ്യം, ഞങ്ങളെന്താണ് പ്രത്യേകമായി ധർമ്മം ചെയ്യാൻ, ഞങ്ങളെന്താണ് പ്രത്യേകമായി ഇസ്തിഗ്ഫാർ നടത്താൻ ഭവനദിനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ കാരണമായി തീരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് നന്ദികേടുകൾ തന്റെ ഭർത്താവിനോട്, തന്റെ സമൂഹത്തോട് പലപ്പോഴും വന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല, സ്ത്രീകളാണ് നരകത്തിലേക്ക് ഒരുപക്ഷെ കൂടുതലായി നയിക്കപ്പെടുന്നത്. അവരുടെ വസ്ത്രവും അവരുടെ വേഷവും അവരുടെ സ്വഭാവവും അവരുടെ മറ്റു പ്രവൃത്തികളും ഒക്കെ കാണാം. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കാണപ്പെടാം. മുസ്ലിം സ്ത്രീകളോട് പ്രത്യേകം നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണേ എന്ന്, ധർമ്മങ്ങൾ കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകം ഉദ്ഘോഷിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇവിടെ പ്രത്യേകമായി അവസാനമായി സൂചിപ്പിക്കുവാനുള്ളത്. പുരുഷന്മാർക്ക് അവർ പ്രവർത്തിച്ചതിന്റെ ഫലമുണ്ട്. സ്ത്രീകൾക്കാകട്ടെ അവരെന്താണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഫലം, ആ കർമ്മഫലം അവർ
അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും ആ ഒരു കാര്യത്തിൽ എല്ലാവരും ബദ്ധശ്രദ്ധരാകുക. നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മുതൽക്കൂട്ടാകാൻ, നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അത് നമ്മുടേതായി തന്നെ മാറാൻ, ആ അമലുകൾ മറ്റുള്ളവർക്ക് വേണ്ടി വീതിക്കപ്പെടുന്ന, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുകൊണ്ട്, അവരെ ഏഷണി പറഞ്ഞതുകൊണ്ട്, അവരെ പുരാതി പറഞ്ഞതുകൊണ്ട്, അവരെ സംബന്ധിച്ച് മറ്റേതെങ്കിലും വിഷമങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകാതിരിക്കുക. ഈദ് എന്നത് ആഘോഷമാണ്, സന്തോഷിക്കുവാനുള്ള ദിവസമാണ്. ഇന്ന് ഈദൈനിയാണ്, 2 പെരുന്നാളാണ്. കാരണം വെള്ളിയാഴ്ച 2 ജുമയുണ്ട്. ആ 2 ജുമയിൽ പങ്കെടുക്കുന്ന ഒരാൾ ഈദൈനി, അവന് 2 ഈദ് എന്നാണ്. സാധാരണ വെള്ളിയാഴ്ച ജുമക്ക് ഈദ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതേപോലെ ഇതൊരു ഈദാണ്, 2 ഈദാണ്. എന്നാൽ ഒരു ഈഴവ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് ഈ ഒരു ഈദിൽ പങ്കെടുത്ത ആളുകൾക്ക് വേണമെങ്കിൽ അവർക്ക് ജുമക്ക് വെള്ളിയാഴ്ച ഉച്ചക്ക് നടക്കുന്ന ളുഹർ നമസ്കാരത്തിന്റെ സമയത്ത് നടക്കുന്ന ആ ഒരു ജുമയിൽ നിന്നും അവർക്ക് ഇളവ് നൽകിക്കൊണ്ട്, ഈ ഈദിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട്, അവർക്ക് മനുഷ്യരുടെ മാനുഷികമായ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു, ഈ ഈദ് എന്ന് പറയുന്നത് അയ്യാബു അഖിലിൻ വശുർബിൻ വശുക്രിൻ, തീറ്റയുടെയും കുടിയുടെയും നന്ദിയുടെയും വധിക്കയും വിക്കറിന്റെയും ഒക്കെ ദിവസങ്ങളാണ് പെരുന്നാളെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് വലിയ പെരുന്നാളിന്റെ തൊട്ടടുത്ത 3 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസങ്ങളായി ഇവരെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു സന്ദർഭം നമുക്ക് പരസ്പരം സ്നേഹ കൈമാറ്റത്തിന്, ആളുകൾക്കിടയിൽ പരസ്പരം ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസരങ്ങളാകട്ടെ എന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.